ഹലോ, എല്ലാവർക്കും നമസ്കാരം. നാഥ CSE ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീറ്റ് UG 2026 എൻട്രൻസ് എക്സാമിന്റെ വീഡിയോ ആണ് ഇന്നത്തേത്. പുതിയ അപ്ഡേഷൻ ആണ്. ഓക്കെ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ @natha3 എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ www.e7.com കിട്ടും. e7.com. ഓക്കെ, നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായി നമ്മൾ നീറ്റ് UG രജിസ്ട്രേഷൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു. ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഒരു വിൻഡോ അല്ലെ, ഒരു ഗൂഗിളിന്റെ വിൻഡോ ഉണ്ടാവും. അതിൽ ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഗൂഗിൾ സെർച്ച് ചെയ്യുക. പുതിയതായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇതാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പൊ ആ സമയത്ത് ഇതേപോലെ വരും നീറ്റ് UG. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫേക്ക് സൈറ്റുകളും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ സൈറ്റുകൾ ഫേക്ക് ആണോ അല്ലെങ്കിൽ ഉറപ്പ് വരുത്തുക. ഓക്കെ, നമ്മളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നീറ്റ് UG 2026 ലൈവ് എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ വരും. ഇത് തന്നെയാണോ സൈറ്റ് ഉറപ്പ് വരുത്തുക. neet.nta.nic.in. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ഏരിയ വരും. ബുള്ളറ്റിൻ, ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ. ഇത് മുഴുവനായിട്ടൊന്ന് വായിക്കുക. ഏകദേശം 132 പേജ് ഉണ്ട് 2026 ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഫുൾ ഡീറ്റെയിൽ നമ്മൾ വായിക്കുക. കുറച്ച് കാര്യങ്ങൾ ഇതിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ആയിട്ട് ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ മുന്നത്തെ സ്ക്രീൻ ഒന്നുകൂടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു സ്ക്രീന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബുള്ളറ്റിനുള്ള എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തുക, വായിച്ച് ഉറപ്പുവരുത്തുക. എന്തൊക്കെയാണ് അതിൽ ഈ വർഷത്തെ അപ്ഡേഷൻ എന്നുള്ളത് ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്, എന്നാലും ഒന്നും കൂടി ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോ നീറ്റ് UGന്റെ രജിസ്ട്രേഷൻ ഇത് രജിസ്റ്റർ ചെയ്യാത്തവർ, അതായത് 2026 ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യണവർ ന്യൂ രജിസ്ട്രേഷൻ എടുക്കുന്നു. ന്യൂ രജിസ്ട്രേഷൻ എടുത്ത സമയത്ത് ഈ ഒരു വിൻഡോ വരും. ഓക്കെ, അതായത് ഫീ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാവും ഫസ്റ്റ് ഉണ്ടാവും. ഒരു 3-4 പേജ് ആണ് അത്. ആ പേജിനെ കട്ട് ചെയ്താണ്ട് കാരണം കാണാൻ പറ്റുന്ന രീതിയിൽ, കാരണം വലിയൊരു PDF നമ്മൾ ചെറിയ രീതിയിലേക്ക് ആക്കിയാണ്. PDF അല്ല, അതായത് ആ ഒരു ലോഗിൻ ഏരിയ, രജിസ്ട്രേഷൻ ഏരിയ. അപ്പൊ 1700 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് ഫീ. അത് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ, ഇന്ത്യ അല്ലാതെ മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിൽ വ്യത്യാസമുണ്ട് ഫീ. ഓക്കെ, അപ്പോ ഫീന്റെ സ്ട്രക്ചറുകളാണ് ഇതെല്ലാം. അത് കൃത്യമായിട്ട് വായിക്കാവുന്ന ഏത് ഫീലാ വരുന്നത് എന്ന്. SC ഉണ്ട്, OBC ഉണ്ട്, EWS ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ കാറ്റഗറിയും, PWD ഉണ്ട്, അങ്ങനെയുള്ള കാറ്റഗറിക്കൊക്കെ ഫീസിൽ വ്യത്യാസമുണ്ട്. ഓരോന്നും അവനാൻ തന്നെ ഒന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്. 10 KB to 100 KB വരെയാണ് അതിന്റെ സിഗ്നേച്ചറിന്റെ സൈസ്. അപ്പൊ അതൊക്കെ ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അതൊക്കെ നോർമൽ ചെയ്യുന്ന ആളുകൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ യൂട്യൂബിൽ കമന്റ് ബോക്സിൽ പോയിട്ട് കമന്റ് ചെയ്യാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നാഥ3. ഓക്കെ, 10 KB. അതുപോലെ തന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ്, അതിൽ ഫിംഗേഴ്സ് കേട്ടോ, ഇതാ ഫിംഗേഴ്സ്. അത് നമ്മള് തമ്പും ബ്രഷും ഉൾപ്പെടെ മഷി സീൽ പാഡിൽ നമ്മൾ മുക്കുക. സാധാരണ നമ്മൾ സ്റ്റാമ്പ് പാഡ് ഉണ്ടല്ലോ, ആ സ്റ്റാമ്പ് പാഡിൽ മുക്കുക. ഓരോരോ വിരലുകളായിട്ട് എല്ലാ വിരലുകളും മുക്കി അവസാനം ഇടത്ത് കൈ അമർത്തി വെക്കുക. അതിനുശേഷം സിഗ്നേച്ചർ സ്റ്റാമ്പില് വൈറ്റ് പേപ്പർ A4 പേപ്പറിൽ നമ്മൾ അത് എന്ത് ചെയ്യുക, സ്റ്റാമ്പ് ചെയ്യുക, കൈ പതിപ്പിക്കുക. തമ്പും ബ്രഷും നമ്മൾ വിരലൊപ്പ് ഇടുമല്ലോ, അതേപോലെ ആ ഒരു രീതിയിൽ നമ്മൾ 10 വിരല്, ഇടത്ത് കൈയിന്റെ 10, വലത്ത് കൈയിന്റെ 10, അതായത് 2 കൈകളുടെയും വിരലുകൾ മുഴുവനായിട്ട് സിഗ്നേച്ചർ ഇടുക. ഓക്കെ, അത് ഏറ്റവും ലാസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ ഏറ്റവും ലാസ്റ്റ് എങ്ങനെയാണ് അതിന്റെ ഫൈനൽ ഫോർമാറ്റ് വരിക എന്നുള്ളത്. ഓക്കെ, പിന്നെ ഇതിലുള്ള സ്പെസിഫിക്കേഷൻ വായിക്കുക. സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ ഇതൊക്കെ വരുന്നത് 50 KB to 300 KB ആണ്. 50 to 300 KB. അതേപോലെ ഓരോരോ കാര്യങ്ങൾ ഇതിലുണ്ട്. എല്ലാം കൂടെ പറഞ്ഞ വീഡിയോ വലുതാക്കുന്നില്ല. അടുത്ത പേജിലേക്ക് പോകുന്നു. നമ്മൾ ഈ ഒരു ഏരിയ ടിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതില് സെക്യൂരിറ്റി എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യേണ്ടതുള്ള ഏറ്റവും സെറ്റ് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതില് നമ്മള് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം SSLC ബുക്കാണ് നമ്മൾ പ്രധാനമായിട്ട് എടുക്കുന്നത്, 10th സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതിലുള്ള പേര് എങ്ങനെയാണോ, സ്പേസ് ആണെങ്കിൽ വിത്ത് സ്പേസ് ടൈപ്പ് ചെയ്യുന്നു, ഗാർഡിയന്റെ പേര് അല്ലെങ്കിൽ ഫാദറിന്റെ അച്ഛന്റെ പേര്,
മദർ അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെ സെലക്ട് ചെയ്യാണ്ട് ഈ ഒരു ഏരിയ സെലക്ട് ചെയ്താ പോകുന്നത്. അതുപോലെ മന്ത് സെലക്ട് ചെയ്യുന്നു, ഇയർ സെലക്ട് ചെയ്യുന്നു, ജെൻഡർ സെലക്ട് ചെയ്യുന്നു, മെയില് ഫീമെയില് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ഏതാണോ അത് സെലക്ട് ചെയ്യുന്നു. പിന്നെ ഒന്നും കൂടെ അതേ ഡീറ്റെയിൽ അതേ കൺഫേം ചെയ്യുക. സ്വന്തം പേര്, സ്വന്തം മീൻസ് ആരാണോ രജിസ്റ്റർ ചെയ്യുന്നത്, ഫാദറിന്റെ പേര്, ഗാർഡിയൻ അല്ലെങ്കിൽ ഫാദറിന്റെ പേര് ഒന്നും കൂടെ അത് അടിച്ചു കൊടുക്കുക. ഗാർഡിയന്റെ പേര്, മദറിൻ്റെത്. അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് മുന്നേ കൊടുത്ത അതേപോലെ തന്നെ ആയിരിക്കും. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വീകരിക്കില്ല. ജെൻഡർ ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അഡ്രസ്സ്, കൃത്യമായിട്ടുള്ള അഡ്രസ്സ് പ്രൂഫുള്ള, അതായത് ആധാറാണ് പ്രൂഫ് കൊടുക്കുന്നതെങ്കിൽ അഡ്രസ് പ്രൂഫ് ആയിട്ട് കൊടുക്കുന്നെങ്കിൽ ആധാർ അതുപോലെ തന്നെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക. അതല്ലെങ്കിൽ വോട്ടർ ഐ ഡി എന്താണോ നമ്മൾ കൊടുക്കുന്നത് ആ ഒരു പ്രൂഫിൽ കൃത്യമായിട്ട് അത് തന്നെ കൃത്യമായിട്ട് കൊടുക്കുക. പിന്നീട് തിരുത്താൻ വരുന്നത് വരെ കാത്തു നിൽക്കണം. കൃത്യമായിട്ട് വായിച്ചു നോക്കി ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മൾ അത് കൊടുക്കുക. ഓക്കെ, അഡ്രസ് ലൈൻ 2, അതായത് വലിയ അഡ്രസ്സുകളുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ അവർക്കനുസരിച്ച് ഓപ്ഷനിലാണ്, എന്നാലും ഉണ്ടെങ്കിൽ ഇപ്പൊ പോസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എഴുതി കൊടുക്കുക. പിന്നെ കൺട്രി സെലക്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞ ഫീസിന്റെ അടിസ്ഥാനത്തിലാണ് കൺട്രിയും വരിക. ഓക്കെ, രാജ്യം, സ്റ്റേറ്റ്, സംസ്ഥാനം, ഡിസ്ട്രിക്ട്, പിൻകോഡ് സിപ്പ് കോഡ് എന്നൊക്കെ നോർത്ത് ഇന്ത്യൻ ഏരിയയിൽ പറയും. ഓക്കെ, നമ്മളത് പിൻകോഡ് എന്ന് പറയും. ഇമെയിൽ ഐ ഡി കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. കാരണം വർക്ക് ചെയ്യുന്ന ഇമെയിൽ ഐ ഡി ആണ് എന്നുള്ള ഉറപ്പുവരുത്തുക. കാരണം വെച്ചാൽ നമുക്ക് ഇതിന്റെ എല്ലാവിധ നോട്ടിഫിക്കേഷൻസും വരുന്നത് ഇമെയിൽ ഐ ഡി ആയിരിക്കും. അപ്പൊ അത് എൻട്രൻസ് എക്സാം കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇമെയിൽ ഇല്ലെങ്കിൽ ഇമെയിൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അത് ഉണ്ടാക്കിയതിന് ശേഷം ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, കൺഫേം ഇമെയിൽ ഐ ഡി ഒന്നും കൂടെ അടിച്ചു കൊടുക്കുക. ഇമെയിൽ ഐ ഡി ഇത് കൺട്രി കോഡ് ഇവിടെ ഓട്ടോമാറ്റിക് വരും, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ വരും. പിന്നെ ഇവിടെ ഫോൺ നമ്പർ, അതായത് മൊബൈൽ നമ്പർ, ഒന്നും കൂടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. ആൾട്ടർനേറ്റീവ് നമ്പർ ഒന്നുകൂടെ കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ആൾട്ടർനേറ്റീവ് നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് 2 നമ്പർ മീൻസ് പാരന്റ്സിൻ്റെത് ഒന്ന് കൊടുക്കുക, ഒന്ന് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക, അതല്ലെങ്കിൽ പാരന്റ്സിന്റെ തന്നെ അമ്മയുടെ അച്ഛൻ്റെ അങ്ങനെ കൊടുക്കുക. ഓക്കെ, ഈ സമയത്ത് ഒരു OTP വരുന്നുണ്ടായിരിക്കും. ആ OTP നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നു. ആ ഒരു OTP ഇതിലേക്ക് നമ്മൾ സ്ക്രീൻഷോട്ട് ഇട്ടില്ല. അപ്പോൾ OTP നമ്മൾ നേരെ അടിച്ചു കൊടുക്കുന്നു. അടിച്ചു കൊടുത്തതിന് ശേഷം മുന്നോട്ട് ഈ ഒരു ഏരിയ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് വരുന്നുണ്ടായിരിക്കും. OTP അടിച്ചു, അതിനുശേഷം സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ലോഗിൻ ചെയ്തു. നേരത്തെ പറഞ്ഞ പാസ്വേഡ് ഉപയോഗിച്ചിട്ട്, അതായത് രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് മൊബൈലിൽ വരുന്നുണ്ടായിരിക്കും, അതുപോലെ തന്നെ സ്ക്രീനിൽ വരുന്നുണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്തതിനു ശേഷം അത് ഇമെയിലും എല്ലാറ്റിലും വരും. ഓക്കെ, ലോഗിൻ ചെയ്തതിനു ശേഷം നമ്മൾ ലോഗിൻ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്തതിനു ശേഷം നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, ഈ ഒരു കൊടുത്ത കുറച്ച് ഡീറ്റെയിൽ അതിലുണ്ടാവും. അപ്പൊ അതിൽ എന്തെങ്കിലും പുതിയതായിട്ട് ചേർക്കേണ്ടതുണ്ട്. ആ ഡീറ്റെയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഏരിയ ഫൈനലാക്കുക. ഒന്നുകൂടി ഉറപ്പ് വരുത്തുക എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത്. കാരണം വെച്ചാൽ പിന്നീട് നമുക്ക് സബ്മിറ്റ് ചെയ്താൽ പിന്നെ മാറ്റാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഡേറ്റ് ഓഫ് ബർത്തിൽ മുഴുവനായിട്ടും കൃത്യമായിട്ട് നോക്കുക. ഫീമെയിൽ ആണ് ഇതിൽ കൊടുത്തത്, നിങ്ങളുടെ ഏതാണോ കൊടുക്കേണ്ടത് അത് കൊടുക്കുക. ഗേൾ, അതായത് ഈ ഒരു ചോദ്യം, ഇൻ കേസ് ഓഫ് ഗേൾ കാൻഡിഡേറ്റ് ആർ യു ഓൺലി ഗേൾ ചൈൽഡ് ഓഫ് യുവർ പാരന്റ്സ്, ഒറ്റ കുട്ടിയാണോ എന്നുള്ളതാണ് ഇതിന്റെ ചോദ്യം. അത് എങ്ങനെയാണോ നിങ്ങൾക്ക് അനുസരിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഗാർഡിയന്റെ പേര് അല്ലെങ്കിൽ ഫാദർ നെയിം നമ്മൾ മുന്നേ കൊടുത്തതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ മാറ്റങ്ങളുണ്ടോ തിരുത്താനുള്ള ഒരു അവസരമാണ്. നമുക്ക് ഇവിടെ മാറ്റം വരുത്തി കൊടുക്കാം. ഓക്കെ, മദറിന്റെ പേര് ഇന്ത്യൻ ആണോ എന്നുള്ളത്, സംസ്ഥാനം. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ഇതില് NCL, ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്ത OBC NCL ആണ്, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. OBC NCL. ഓക്കെ, OBC NCL ആണ് ഞാൻ സെലക്ട് ചെയ്ത ആള്. അപ്പൊ OBC NCL ഒന്നുകൂടി റീടൈപ്പ് ചെയ്യുന്നു, മീൻസ് സെലക്ട് ചെയ്യുന്നു. അതിൽ ഏതാണോ EWS ആണ് അത്, ജനറൽ ആണ് അത്, ഏതാണോ നമുക്ക് വേണ്ടത് അതിലുള്ളത് ഏതൊക്കെയാണ് അത് നോക്കുക. അവനവന്റെ കാറ്റഗറി ഏതാണോ സെലക്ട് ചെയ്യുക. ജാതി അല്ലെങ്കിൽ നമുക്ക് ആനുകൂല്യം കിട്ടേണ്ടത് ഏതാണല്ലോ അതിനനുസരിച്ച് സെലക്ട് ചെയ്യുക. സർട്ടിഫിക്കറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ അതല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ, അതായത് നമ്മൾ NCL സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ ആണ് കൊടുക്കേണ്ടത്. അതല്ല നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്പർ ഉണ്ട്, ഏറ്റവും മേലെ ഉണ്ടാവും സർട്ടിഫിക്കറ്റ് നമ്പർ. ആ സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കുന്നു, അതിന്റെ ഡേറ്റ് കൊടുക്കുന്നു. ഓക്കെ, താലൂക്ക്, അതായത് ഞാൻ കൊടുത്തത് എറണാകുളം താലൂക്കായിട്ട് ബന്ധപ്പെട്ടതാണ്. എറണാകുളം താലൂക്ക് ഓഫീസ് കൊടുക്കുക. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ കൊടുക്കുക. ഡയബറ്റിക് ആണോ എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്, ഒക്കെ നമ്മൾ അറിയുന്ന കാര്യങ്ങളായിരിക്കും. അതൊക്കെ അവനവന്റെ കാര്യങ്ങൾ കൊടുക്കുക. പ്ലേസ് റൂറൽ ആണോ അർബൻ ആണോ. ഇപ്പൊ ഞാൻ കൊടുത്തത് റൂറൽ ആണ്. ഫാമിലി ഇൻകം ഇതൊക്കെ സെലക്ട് ചെയ്യാൻ കേട്ടോ. അപ് ടു 1 lakh ഉണ്ട്, പിന്നെ 1 lakh to 2 lakh 3 lakh അങ്ങനെ ഉണ്ട്. അതൊക്കെ ഏതാണോ അവനവന്റെ വേണ്ടത് കൊടുക്കുക. ബിലോങ്സ് മൈനോറിറ്റി ആണോ ഉള്ളത് അതൊക്കെ സെലക്ട് ചെയ്ത് പോയത്. എസ് ആണ് എസ് കൊടുക്കുക, നോ ആണ് നോ കൊടുക്കുക. കൺട്രി റെസിഡൻസ്, അവനവന് താമസിക്കുന്ന ഏരിയ ഏതാണുള്ളത്, അവനവന്റെ നാട് ഏതാണുള്ളത് അത് കൊടുക്കുക. അതൊക്കെ സെലക്ട് ചെയ്ത് പോയത്.
കാരണം അപ്പുറത്ത് നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്യുന്നു, സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഏരിയ ഒക്കെ അത് കിട്ടും. ഓക്കെ, ഫാമിലി ഇൻകം നേരത്തെ പറഞ്ഞത് ഇതാ മൈനോറിറ്റി ആണുള്ളത് ഒന്നും കൂടുതൽ വന്നതാണ്. ഓക്കെ, കറന്റ് റെസിഡൻസ് എവിടെയാണുള്ളത്, മോഡ് ഓഫ് പ്രിപ്പറേഷൻ നമ്മൾ സെൽഫ് സ്റ്റഡി ആണോ അതല്ലെങ്കിൽ കോച്ചിങ് സെന്റർ പോയിട്ടുണ്ടോ ഉള്ള കാര്യങ്ങളാണ് ഇത് വരുന്നത്. ഡി യു ഇന്റൻഡ് വെയർ ട്രഡീഷണൽ ഡ്രസ്, അതായത് നമ്മളിപ്പോ അറിയാം ട്രഡീഷണൽ ആയിട്ടുള്ള പലതരത്തിലുള്ള ഡ്രസ്സുകൾ ഉണ്ടാകും. അപ്പോൾ ഏറ്റവും നല്ല ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഇഷ്ടാനുസരണം ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് നമ്മൾ ടെൻഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് എൻട്രൻസ് എക്സാം എഴുതി പോരാൻ ഏറ്റവും നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുക. അതുപോലെ തന്നെ കാതത്ത്, ഇപ്പൊ ലേഡീസിനെ സംബന്ധിച്ച് പറയുന്ന കാതിലുള്ളത് വാച്ച്, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത അഡീഷണൽ ഫിറ്റിങ്സുകളൊക്കെ വീട്ടിൽ ഊരി വെച്ചതിന് ശേഷം എക്സാമിന് പോവാണ് ഏറ്റവും നല്ലത്. മറ്റേ നമ്മൾ അവിടെ പോയിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഇപ്പൊ ചിലപ്പോൾ ഒരു പിന്നാവും തലയിൽ കുത്തിയിട്ടുണ്ടാവും. പക്ഷെ ആ പിന്നിന്റെ കാരണം കൊണ്ട് നമ്മൾ വെറുതെ പഠിച്ചത് ടെൻഷനും കൊണ്ട് അത് മറന്നു പോകേണ്ട ഒരു അവസ്ഥ വരരുത്, ഒരു വാശിക്കോ കാര്യങ്ങൾക്കോ ഇടവരണ്ട. ഓക്കെ, അപ്പൊ ഏറ്റവും നല്ല വീട്ടിൽ തന്നെ കാര്യങ്ങൾ ഊരി വെച്ച് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ചു വന്നിട്ട് നമുക്കത് എന്ത് ചെയ്യാം, നമുക്കല്ല നിങ്ങൾക്ക് അത് അണിയാവുന്നതാണ്. അതുപോലെ ജെൻസിനെ സംബന്ധിച്ച് അങ്ങനെ തന്നെ, അത് അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യും. പക്ഷെ നമ്മൾ പഠിച്ചത് തീർച്ചയായിട്ടും നമുക്കത് ഉപകാരപ്പെടണം, ആ രീതിയിൽ ചിന്തിക്കാം. അപ്പൊ അതിനുശേഷം ഇവിടെ ക്യാപ്ച കോഡ് കൊടുക്കുന്നു. ക്യാപ്ച കോഡ് മുന്നേ പറഞ്ഞു, അതേപോലെ തന്നെ വ്യത്യാസത്തിൽ സംശയം ഇത് ചിലപ്പോൾ O എന്നായിരിക്കും, O02D07 എന്ന്. ഇനി സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ വ്യത്യാസം വരുത്തുക. സേവ് ആൻഡ് നെക്സ്റ്റ്, എല്ലാത്തിനും ക്യാപ്ച ഉണ്ട്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തു പോയ എവിടെയും ഡൗട്ട് ഉണ്ടെങ്കിൽ ബാക്ക് അടിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് വ്യത്യാസം വരുത്തുക, എന്നിട്ട് വീണ്ടും ക്യാപ്ച കൊടുത്ത് സബ്മിറ്റ് ചെയ്യണം, എന്നാലേ അത് മുന്നോട്ട് പോകുള്ളൂ. മീൻസ് അപ്പോഴേ അത് സേവ് ആവുള്ളൂ. ഓക്കെ, അതിന് ശേഷം അപ്ലിക്കേഷൻ നമ്പർ മുന്നേ പറഞ്ഞു അത് വന്നിട്ടുണ്ടായിരിക്കും, കണ്ടിന്യൂ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ ഓട്ടോമാറ്റിക് വന്നതാണ്. ഇതൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്തുള്ള കാര്യങ്ങളാണ്. ഇനിയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആധാർ നമ്പർ, അവനവന്റെ സ്വന്തം ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക. ഓക്കെ, അടിച്ചു കൊടുക്കുക, ഒന്നും കൂടെ കൺഫേം ചെയ്ത് കൊടുക്കുക. ആ കൺഫേം ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവരും സമയം എടുത്തതൊന്ന് കാണുക വീഡിയോ. നമ്മൾ ആധാറിലും അതുപോലെ തന്നെ നമ്മൾ അപ്ലിക്കേഷൻ ചെയ്ത സമയത്ത് SLC ബുക്ക് വെച്ചാവും ചെയ്തത്, 10th സ്കൂൾ സർട്ടിഫിക്കറ്റ് വെച്ചാവും ചെയ്തത്. അപ്പൊ ആ സമയത്ത് ചില ആളുകൾക്കൊക്കെ ഇനീഷ്യൽ ഉണ്ടാവില്ല, ആധാറിൽ ചിലപ്പോൾ ഇനീഷ്യൽ ഉണ്ടാവില്ല, സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇനീഷ്യൽ ഉണ്ടാവും, അതുപോലെ സ്പേസ് ഉണ്ടാവില്ല, സ്കൂൾ സർട്ടിഫിക്കറ്റ് സ്പേസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് നമുക്ക് ഇത് വലിയൊരു ഇഷ്യൂ വരുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് ആധാർ എൻറോൾമെന്റ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുക. അതേപോലുള്ള കാര്യങ്ങളിൽ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ വരുത്തേണ്ടതാണ്, അത് മാറ്റം വരുത്തിയതിനു ശേഷം ഇവിടെ അങ്ങോട്ട് മുന്നോട്ട് പോവുക. കാരണം ആധാർ വിത്താണ് പോകുന്നത്, അത് ഓതന്റിക്കേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. സോറി. ഓക്കെ, അപ്പൊ അത് ക്യാപ്ച അടിച്ചു കൊടുക്കുന്നു. ഇതാ ഇവിടെ ഉണ്ടോ ഓതന്റിക്കേഷൻ, ആധാർ ഓതന്റിക്കേഷൻ. അപ്പൊ അതിനുശേഷം ആധാറിൽ ബന്ധിപ്പിച്ച ഫോൺ നമ്പറിലേക്ക് OTP വരുന്നു. OTP നമ്മൾ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുന്നു. പരീക്ഷണത്തിന് വെക്കേണ്ട കൃത്യമായിട്ട് നമ്മൾ വന്ന സമയം ദിവസവും ഒക്കെ നോക്കി ഡേറ്റ് ഒക്കെ നോക്കി ഉറപ്പുവരുത്തിയ ശേഷം മാത്രം അടിച്ചു കൊടുക്കുക. ക്യാപ്ച കൊടുക്കുന്നു, സബ്മിറ്റ്, OTP സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടെ ഇതാണ് നേരത്തെ പറഞ്ഞതിന്റെ വേറൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോ ഫീസിന്റെ വ്യത്യാസം വരുത്തുന്ന ഒന്നാണിത്. PWD ആണെന്നുണ്ടെങ്കിൽ PWBD കാറ്റഗറി ആണെങ്കിൽ S കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ക്യാപ്ച കൊടുക്കുക, എല്ലാത്തിനും ക്യാപ്ച ഉണ്ട്. അപ്പോൾ ആധാറുമായിട്ട് ഒതന്റിക്കേറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്തല്ലോ നമ്മൾ OTP, അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ഫുള്ള് ഈ ഒരു ഏരിയയിൽ വരും. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കുക. പിന്നെ ആധാറുമായിട്ട് ബന്ധപ്പെട്ടതല്ലാതെ നമ്മൾ അപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിലും ഈ ഏരിയയിൽ വരും. അവനവന്റെ ഫോട്ടോ ആധാർത്തതാണ് വരിക. ഓക്കെ, അപ്പൊ അത് ഉറപ്പുവരുത്തുക. കാരണം ആധാർ നമ്പർ തെറ്റിയാൽ അതിലുള്ള ഇതാ വരും. പക്ഷെ സബ്മിറ്റ് ചെയ്യുമ്പോൾ OTP എന്തായാലും അവനവൻ്റെതാവില്ല വരിക. ഓക്കെ, അപ്പൊ ചിലപ്പോൾ ഒരു വീട്ടിൽ തന്നെ 2 പേരുണ്ട്, 2 പേർക്ക് ഒരേ ഫോൺ നമ്പർ ഒക്കെ ആണെങ്കിൽ ആധാർ തെറ്റിയാൽ അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പൊ അത് കൃത്യമാണെന്ന് പരിശോധിക്കുക. പിന്നെ അപാർ ID ഉണ്ടോ, അപാർ ABCID-നെ കുറിച്ചുള്ള ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു ചെയ്തിട്ടുണ്ടാവും. കേസ് ചെയ്തിട്ടില്ലേ ഉടനെ തന്നെ അത് അപാർ ID എങ്ങനെ ഉണ്ടാക്കുന്നുള്ള നാദ@നാദ3 വരുന്നുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളെ കമന്റുകൾ അറിയിക്കുക. ഓക്കെ, അപാർ ID ചെയ്തിട്ടുണ്ടെങ്കിൽ S കൊടുക്കുക, അതല്ലെങ്കിൽ അപാർ ID എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് ആ വീഡിയോ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, സബ്മിറ്റ്. S കൊടുത്താൽ ആധാർ, അതാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ആധാറിലുള്ള ഡീറ്റെയിലും അതുപോലെ തന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റിലെ ഡീറ്റെയിൽ ഒന്നാണെങ്കിൽ മാത്രമേ ഇവിടെ മുന്നോട്ട് പോകുള്ളൂ. അതല്ലെങ്കിൽ വീണ്ടും റീഡയറക്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അപാർ ID അടിച്ചു കൊടുക്കേണ്ടി വരും, മെർജ് ആവില്ല, സിങ്ക് ആവില്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ലത് നോ സെലക്ട് ചെയ്യേണ്ടി വരും ആ സമയത്ത്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. അതിനുശേഷം ഇതാ
നേരത്തെ പറഞ്ഞതാണ്. അബാർ ഐ ഡി വീണ്ടും അടിച്ചു കൊടുക്കുന്ന ഏരിയയിലേക്ക് വരും. കൺഫേം ദ അബാർ ഐ ഡി, സബ്മിറ്റ്, നെക്സ്റ്റ് കൊടുക്കുക. അബാർ ഐ ഡി ഉണ്ടെങ്കിൽ എസ് കൊടുത്തവർക്ക് കേട്ടോ. അപ്പോൾ അതിന്റെ അടുത്ത പേജിലേക്ക് നമ്മൾ പോകുന്നു. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. കാരണം വെച്ചാൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് പിന്നീടാണ് ഇത് പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ എൻട്രൻസ് ഇത് ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. യു ജി, കാരണം യു ജി ആണ് നമ്മൾ രജിസ്റ്റർ ചെയ്തത്. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്ത് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്, ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. പിന്നെ സിറ്റി പ്രിഫർ ചെയ്ത് കേരള ആണ്, കാരണം കേരളത്തിലുള്ള ആളാണ്. ഓക്കെ, നമ്മൾ നാഥ CSE ആയിട്ട് ബന്ധപ്പെട്ട അടുത്തുള്ള ആൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്തത് മലപ്പുറം ജില്ലയിലായതുകൊണ്ട് മലപ്പുറം ആണ്. അടുത്തത് ഞാൻ കേരളയാണ് സെലക്ട് ചെയ്യുക, കാരണം വെച്ചാൽ അപ്പുറത്ത് കേരള സെലക്ട് ചെയ്തുകൊണ്ടാണ്. പിന്നെ കോഴിക്കോടാണ്, അടുത്ത് കേരള, പാലക്കാട്. അപ്പോൾ ഇതിൽ ഗാർഡിയന്റെ അല്ലെങ്കിൽ പേരന്റിന്റെ ജോബ് എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അത് അഗ്രികൾച്ചറിന് പല ഡിപ്പാർട്ട്മെന്റ് ആണ്, നമ്മൾ ഏതാണോ കൊടുക്കേണ്ടത് അത് കൊടുക്കുക. അവനവന്റെ അച്ഛന്റെ ജോലി. ഇത് ഫാദറിന്റെ ക്വാളിഫിക്കേഷൻ ഏതാണോ നമ്മൾ കൊടുക്കേണ്ടത്. +2 ആണെങ്കിൽ അതർ ഏതാണോ നമ്മൾ ക്വാളിഫിക്കേഷൻ അത് കൊടുക്കുക. മദറിൻ്റെത് മാറരുത്, ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ. ഇപ്പൊ ഇൻക്ലൂഡിങ് ഹൗസ് വൈഫ് ആണെങ്കിൽ ജോലിയൊന്നും ചെയ്യുന്നില്ല, മീൻസ് വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണല്ലോ ഹൗസ് വൈഫ് ഉള്ളത്. അപ്പൊ അതാണ് ചെയ്യുന്നതെങ്കിൽ അത് തന്നെ സെലക്ട് ചെയ്യുക, അതേഴ്സ് സെലക്ട് ചെയ്യുക. ഓക്കെ, അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾക്ക് വേണ്ടി അമ്മമാര് അല്ലെങ്കിൽ പാരന്റ്സ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം 10th സർട്ടിഫിക്കറ്റ്, പാസ്ഡ് ആണല്ലോ, പാസ്സായ ആളുകൾക്കാണല്ലോ ഈ ഒരു ചെയ്യാൻ പറ്റുന്നത് അല്ലെ. നമ്മൾ അറിവില്ല, അങ്ങനെയാണ്. എക്സാം അറ്റൻഡ് ചെയ്ത അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും ഈ കാര്യങ്ങളൊക്കെ. 2023 10th ഈക്വലന്റ്, അതുപോലെ തന്നെ ഓർ ഈക്വലന്റ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ റൂറൽ ആണോ അർബൻ ആണോ നേരത്തെ നമ്മൾ കൊടുത്ത അതേ കാര്യങ്ങൾ തന്നെയാണ്. ഗവൺമെന്റ്, എയ്ഡഡ്, പ്രൈവറ്റ് ഏതാണോ നമ്മൾ കൊടുക്കേണ്ടത് അത് കൊടുക്കുക. കുറെ കാര്യങ്ങൾ അതിലുണ്ടാവും, സെലക്ട് ചെയ്യാൻ. അതിന് വേണ്ട സെലക്ട് കേരള ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ ഫ്രം ക്വാളിഫൈങ് എക്സാമിനേഷൻ സ്റ്റേറ്റ് ആണ്, കേരളയാണ് ഞാൻ ചെയ്യുന്ന കുട്ടീൻ്റെ ഉള്ളത്. ഓക്കെ, ഡിസ്ട്രിക്ട് മലപ്പുറം. ഇതിൽ സ്കൂൾ, ബോർഡ് ഏതാണെന്ന് ഇവിടെ വേണ്ട സെർച്ച് ചെയ്ത് കൊടുക്കുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്യാണ് ഏറ്റവും നല്ലത്. നമ്മൾ SLC ബുക്കിൽ ഉണ്ടാവും ഈ കാര്യങ്ങൾ. റിസൾട്ട് മോഡ് അത് എങ്ങനെയാണോ വേണ്ടത് അത് അതേപോലെ തന്നെ കൊടുക്കുക. എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് അനുസരിച്ചാണ് അത് മുന്നോട്ട് പോവുക. റിസൾട്ട് ഇപ്പോൾ പലതരത്തിലുള്ള റിസൾട്ടുകൾ അത് കൊടുക്കുക. റോൾ നമ്പർ അതും SLC ബുക്കിന്റെ ഏറ്റവും മേലെ ഉണ്ടാവും. ഇത് കോളേജ്, അതായത് നിങ്ങൾ പഠിച്ച സ്കൂളിന്റെ കോളേജിന്റെ അഡ്രസ്സ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ പിൻകോഡ് അത് അടുത്ത പേജിലുണ്ട്. +2 പാസ്ഡ് ആണ് അല്ലെങ്കിൽ അപ്പിയറിംഗ് സെലക്ട് ചെയ്യുമ്പോൾ ചെറിയൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പോൾ പാസ്ഡ് ആണ് പറയുന്നത്. പാസ്ഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, വർഷം. ഓക്കെ, ക്വാളിഫൈങ് എക്സാം ഈ പറഞ്ഞ എന്താണോ എക്സാം പാസ്സായത്, +2 ആണല്ലോ, +2 ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നു. പ്ലേസ്, സ്കൂള് നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇത് കൃത്യമായിട്ട് പൂരിപ്പിച്ചു കൊടുക്കുക. റോൾ നമ്പർ കാര്യങ്ങൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞ ശ്രദ്ധിക്കേണ്ടത്. അപ്പിയറിംഗ്. ഓക്കെ, അപ്പിയറിംഗ് ആണെങ്കിൽ 01 എന്ന കോഡാണ് അതിൽ വരിക. കോഡ് കൊടുക്കേണ്ട സ്ഥലത്ത്, ആ കോഡ് കൊടുക്കേണ്ട സ്ഥലത്ത് അത് കൃത്യമായിട്ട് കൊടുത്ത് മാത്രമേ മുന്നോട്ട്. അപ്പിയറിംഗ് ആണെങ്കിൽ മാത്രം ഓട്ടോമാറ്റിക് വരും. അല്ലാത്തതൊക്കെ നമ്മൾ സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ കേരള HSC പോലുള്ളതാണെങ്കിൽ 02, CBSE ആണെങ്കിൽ 03, 04, ICSC അല്ലെങ്കിൽ ISC NAS ഓപ്പൺ സ്കൂൾ ആണെന്നുണ്ടെങ്കിൽ 05, പോളിടെക്നിക് ടെക്നിക്കൽ വൊക്കേഷണൽ എക്വിവലന്റ് ആണെങ്കിൽ 06 ആണ്. അല്ലെങ്കിൽ അതറോ ഓർ ഫോറിൻ അബ്രോഡ് ആണെങ്കിൽ ബോർഡ് ആണെങ്കിൽ 07 കൊടുക്കുക. ഓക്കെ, ഇനി സ്പീഡ് ആയിട്ട് പറഞ്ഞപ്പോൾ രജിസ്റ്റർ അതേഴ്സ് ഡീറ്റെയിൽ. ഓക്കെ, ആർ യു ടീൻ ഇരട്ട കുട്ടികളാണെങ്കിൽ അത് ചിലപ്പോൾ എന്റെ ലാംഗ്വേജിൽ അല്ലെങ്കിൽ എന്റെ സംസാരത്തിൽ ചെറിയ മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. അത് കമന്റിലൂടെ അറിയിക്കുക. ഞാൻ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ വ്യത്യാസം വരുത്താണ്. അപ്പോൾ ഓക്കെ, ഇത് ആണെങ്കിൽ ആണ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. നീറ്റ് UG എക്സാമിനേഷൻ, അപ്പിയേർഡ് നീറ്റ് UG എക്സാമിനേഷൻ മുന്നേ ചെയ്തിട്ടുണ്ടോന്ന്, അപ്പൊ ഉണ്ടെങ്കിൽ S കൊടുക്കുക. എത്രാമത്തെ വർഷമാണെന്ന്, 1 ആണ് 1, 2 ആണ് 2, എത്ര വർഷമാണ് നമ്മൾ പ്രിപ്പറേഷന് വേണ്ടി ഉപയോഗിച്ചത് അത് കൊടുക്കുക. അതായത് എൻട്രൻസ് എക്സാം എഴുതിയത് എത്ര പ്രാവശ്യമാണുള്ളത്. പ്ലേസ് ഓഫ് ബർത്ത് എവിടെയാണ് ജനിച്ചത്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, ക്യാപ്ചർ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ അഡീഷണൽ നമ്പർ, എമർജൻസി കോൺടാക്ട് നമ്പർ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കൊടുത്ത നമ്പർ തന്നെ കൊടുക്കരുത്. പാരന്റ്സിന്റെ അല്ലെങ്കിൽ ഗൈഡിന്റെ അതാണ് നമ്മൾ കൊടുക്കാത്തത്, ആ നമ്പർ കൊടുക്കുക. പിന്നെ പറഞ്ഞ ഇന്ത്യ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടായിരിക്കും. മൊബൈൽ നമ്പർ കൊടുക്കുന്നു, ആ ഒരു പറഞ്ഞ നമ്പർ. ഇമെയിൽ അഡ്രസ് അതും മുന്നേ കൊടുത്ത നമ്പർ, ഇമെയിൽ അല്ല വേറൊരു നമ്പർ കൊടുക്കുന്നു. 2ലേക്ക് OTP പോകും. അപ്പൊ നമ്മൾ അത് സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോപ്പപ്പ് വരും, OTP. ഇതേപോലെ ഒരു പോപ്പപ്പ് ആണ് മുന്നേ പറഞ്ഞത് കേട്ടോ. മുന്നേ OTP വരുന്നു. ആ OTP നമ്മൾ കൊടുക്കുന്നു. ഇവിടെ ഇതിൽ കൊടുക്കുന്നു, സബ്മിറ്റ് ചെയ്യുന്നു.
വിൻഡോ ഓക്കെ കൊടുത്താൽ മുന്നോട്ട് പോകും കേട്ടോ. ഓക്കെ, ഇതിവിടെ സബ്മിറ്റ് ചെയ്യുന്നു, കാണുന്ന രീതി തന്നെ. ഓക്കെ, സബ്മിറ്റ് ചെയ്യുന്നു, OTP അടിച്ചു കൊടുക്കുന്നു, വെരിഫൈ ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ലൈവ് ഫോട്ടോ എടുക്കുന്നു. ലാപ്ടോപ്പിൽ ചെയ്യുന്ന ഒരു ക്ലാരിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടി വെബ് ക്യാം ഉപയോഗിക്കുക, അതല്ലെങ്കിൽ മൊബൈൽ തന്നെ. നമ്മൾ ഇന്നത്തെ ടെക്നോളജി ഒക്കെ ഉണ്ട്, അത് കൂടുതൽ അതിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്ട് അഥവാ ചെയ്തിട്ടില്ലെങ്കിൽ കണക്ട് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒരു റിഫ്രഷ്, ക്യാപ്ചർ ഫോട്ടോ എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനത്തെ ഇത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ബ്രൗസർ ഏതാണോ, ബ്രൗസർ ഞാൻ ഉപയോഗിക്കുന്ന കാര്യമായിട്ട് ഇങ്ങനത്തെ എക്സാമിനൊക്കെ ഉപയോഗിച്ചത് കൂടുതലായിട്ടും ഗൂഗിൾ ക്രോം ആണ്. അപ്പൊ അതിനനുസരിച്ച് എന്നെ സംബന്ധിച്ചത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് ഇൻഷുർ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് ഉറപ്പ് വരുത്തുക. കാരണം വെച്ചാൽ ഭയങ്കരമായിട്ട് തിക്ക് അല്ലെങ്കിൽ കണ്ണൊന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ള ഒഴിവാക്കുക. നല്ല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, QR കോഡുമായിട്ട് സെർച്ച് ചെയ്ത് നമുക്കത് മൊബൈലിലൊക്കെ എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ ഐറൺ എന്ന് പറഞ്ഞ വെബ് ക്യാം ഉപയോഗിച്ചെടുക്കുക, അതല്ലെങ്കിൽ നോർമൽ വെബ് ക്യാം ഒക്കെ ഉപയോഗിച്ചെടുക്കുക. ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ ക്ലിയർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. ഓക്കെ, കാരണം നല്ല ലൈറ്റ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. കണ്ണിലേക്ക്, അതുപോലെ തന്നെ നെറ്റി ഭാഗങ്ങളിലേക്ക്, കവിളിലേക്കൊക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ചെവി കാണുന്ന രീതിയിൽ, ചെവി, കണ്ണ്, മൂക്ക് കാര്യങ്ങളൊക്കെ കാണുന്ന രീതിയിൽ കൃത്യമായിട്ട് മുന്നിൽ ഓവർ കവറിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിൽ കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം തന്നെ എടുത്താൽ ക്ലിക്ക് ആവും. അതല്ലെങ്കിൽ അതിങ്ങനെ റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഏറ്റവും നല്ല കൃത്യമായിട്ട് എടുക്കുക. അതുപോലെ ഈ ഫോട്ടോ ഇപ്പൊ നമ്മൾ ആധാറിലെ ഫോട്ടോ ഏകദേശം ഒരേപോലുള്ള ഡ്രസ് ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണെന്നുള്ളത് ഞാൻ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതേപോലെ അത്രയും നല്ല ക്ലിയറിൽ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഫോട്ടോ. ക്ലാരിറ്റി കാണിച്ചത് PPT-യിലാവുമ്പോഴുള്ളൊരു ക്ലാരിറ്റി കുറവുണ്ട്, പക്ഷേ നല്ല ക്ലിയർ ഉണ്ട്. ഫുൾ ക്ലിയറിലാണ് ഈ ഒരു ഫോട്ടോ കിട്ടിയത്. നിങ്ങൾക്ക് ഇതിൽ തന്നെ കണ്ട് അറിയുന്നുണ്ടായിരിക്കും. അപ്പൊ എടുത്ത ഡേറ്റ്, അതാണ് മുന്നേ പറഞ്ഞ ഫോട്ടോ. ഒരു ബുള്ളറ്റ് നിങ്ങൾ കൃത്യമായിട്ട് വായിക്കണം. ആ ബുള്ളറ്റിനിൽ ഉള്ളത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അതായത് ഫോട്ടോ, നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാണ്ട് ആ ഫോട്ടോ ഒരിക്കലും പഴയതാവരുത്. ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്തേക്കാവും. ദയവായിട്ട് അത് ഈ മാസം ജനുവരി എന്നുള്ളത് ഒരു ഡീറ്റെയിൽ ആയില്ല, ജനുവരിക്ക് ശേഷം എടുത്തത്, ജനുവരി മുതൽ എടുത്തത് ആണ് ഉറപ്പുവരുത്തുക. അതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത പേജിലേക്ക് സബ്മിറ്റ് അപ്ലോഡിന് പോവാണ് ഏറ്റവും നല്ലത്. അതായത് അടുത്ത പേജിലുണ്ട് ഡീറ്റെയിൽ ഒക്കെ കേട്ടോ. ഓക്കെ, കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ലൈവ് ഫോട്ടോ ആണെന്നുള്ള ഉറപ്പുവരുത്തുക. കണ്ണ് ചിമ്മിയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക. അതായത് അപ്പുറത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ, സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് ഉറപ്പുവരുത്തണം. ഓക്കെ, അതിനുശേഷം ഇതാണ് അതിന്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ. ഇതാ ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരുവിധമൊക്കെ വിത്തൗട്ട് മാസ്ക് ആണ്, ഫേസ് വിത്തൗട്ട് മാസ്ക്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിന് നമ്മൾ ടെൻഷൻ ഒഴിവാക്കി ഏറ്റവും നല്ല എങ്ങനെയെങ്കിലും അപ്ലോഡ് ചെയ്യല്ല, അത് കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. മാക്സിമം സൈസ് 10:200 ആണ്. നമ്മൾ അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അടിച്ച് കൺഫ്യൂഷൻ ആവുമൊന്നും വേണ്ട. മുന്നേ എൻട്രൻസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അറിയാം ഭയങ്കര കറക്റ്റ്, ഇത്രയും കറക്റ്റ് ആണ് മാത്രം അപ്ലോഡ് ആവുള്ളൂ. ഇത് പറഞ്ഞാൽ 10 KB ഇല്ലെങ്കിൽ 200 KB ഉള്ളിൽ അത് അപ്ലോഡ് ആയത്, അതിന്റെ ഉള്ളിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഓക്കെ, സൈസിന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഈ ഒരു 10-200 ഇടയിൽ ആവണം, അത് ഉറപ്പുവരുത്തുക. നേരത്തെ ഫസ്റ്റ് പറഞ്ഞതാകുന്നു നമ്മള് തമ്പ്. ഓക്കെ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ്. ഓക്കെ, അത് അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, നമ്മൾ ചൂസ് ചെയ്തു, അതിനുശേഷം ഫയല് അപ്ലോഡ് എന്ന് ഒരു ഓപ്ഷൻ ഇവിടെ വരും. അത് അപ്ലോഡ് നമ്മൾ ചെയ്യണം. ഓക്കെ, ചൂസ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ പോരാ, അപ്പുറത്ത് അപ്ലോഡ് നമ്മൾ ചെയ്യണം. ഓക്കെ, അങ്ങനെ ഓരോരോ ഫയൽ അപ്ലോഡ് ചെയ്യുന്നു. കാറ്റഗറി സർട്ടിഫിക്കറ്റ്, സിഗ്നേച്ചർ. ഓക്കെ, കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ട്. കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നു. 10th മാർക്ക് ഷീറ്റ്, മിക്കവാറും കേരള സിലബസ് പ്രകാരം പഠിച്ചവർക്ക് സംബന്ധിച്ച് അതൊക്കെ SLC ബുക്ക് തന്നെ മതിയായിരിക്കും. അതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക. നമ്മൾ അഡ്രസ് പ്രൂഫ്, ഇതാണ് തുടക്കത്തിൽ ആധാറാണ് നമ്മൾ പ്രൂഫ് കൊടുക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് ആ പ്രൂഫ് തന്നെ അപ്ലോഡ് ചെയ്തുള്ള ഉറപ്പ് വരുത്തുക. ഓക്കെ, വലിയ വീഡിയോ ആണ്, ദയവായി ക്ഷമിക്കുക. ഓക്കെ, അപ്പൊ കംപ്ലീറ്റഡ് ആണെന്നുള്ള ഉറപ്പുവരുത്തുക. ഓരോ നമ്മൾ ചെയ്ത ഏരിയകളൊക്കെ കംപ്ലീറ്റ് ആണ് ഉറപ്പുവരുത്തി പോവുക. കംപ്ലീറ്റഡ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പേയ്മെന്റിന്റെ ഏരിയ. അപ്പൊ അപ്ലോഡ് ഡോക്യുമെന്റിൽ നമ്മൾ ഫിംഗർ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, അതല്ലെങ്കിൽ ഇവിടെ അപ്ലോഡ് ആവില്ല. ഓക്കെ, കാരണം വെച്ചാൽ ഞാൻ ഇപ്പൊ PPT ഇനിയും പുറകോട്ട് പോയി ഓരോന്ന് പറയുമ്പോഴേക്കും ഒരുപാട് സമയം പോകും. അപ്പോ ഫിംഗർ കൃത്യമായിട്ട് അടുപ്പിച്ച് വെക്കുക. അടുപ്പിച്ചാൽ ഒന്നൊന്ന് തൊട്ട് എന്നുള്ളതല്ല, ഒന്ന് ചെറിയൊരു ഗ്യാപ്പ് മാത്രം വിട്ടുകൊണ്ട് കറക്റ്റ് ആയിട്ട് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് അത് അപ്ലോഡ്, അതല്ലെങ്കിൽ അത് ജന്മത്തിൽ അപ്ലോഡ് ആവില്ല. നല്ല, അതായത് ടൈം ഔട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക്. കാരണം ടൈം ഔട്ട് ആയാലും ചിലപ്പോൾ അപ്ലോഡ് കാണിക്കും, പക്ഷെ സബ്മിറ്റിലേക്ക് വരുമ്പോൾ വീണ്ടും ബ്ലാങ്ക് പേജ് പറഞ്ഞൊരു പോപ്പപ്പ് വരും, നമ്മൾ അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, ഫൈനൽ സബ്മിറ്റിന് മുന്നേ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ അടച്ചു ഉറപ്പുവരുത്തി OTP അടിച്ചു. ഞാൻ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവാണ്.
എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഇതിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ പോരായ്മ ഉള്ളത് അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അപ്ലോഡ് ഡോക്യുമെന്റ് ഒക്കെ കഴിഞ്ഞു എന്നുള്ള ഉറപ്പില്ല. കാരണം ഞാൻ അപ്ലോഡ് ഡോക്യുമെന്റ് കഴിഞ്ഞു, പക്ഷെ ഇത് സ്പെസിഫിക് ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്യാൻ കാരണം ഇത് എല്ലാവർക്കും വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അപ്ലോഡ് ആയി എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പേയ്മെന്റ് അടച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം ഫയൽ സബ്മിറ്റിലേക്ക് പോകുന്നു. ഫയൽ സബ്മിറ്റ് പോകുന്ന സമയത്ത് ഇതാ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ വീണ്ടും പോയി ഇമെയിലിലേക്ക് അതിന്റെ കാര്യങ്ങൾ സെൻഡ് ആയി നമ്മൾ കൺഫേം സെൻഡ് ഇമെയിലിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് അഥവാ പോയിട്ടില്ല അതിലേക്ക് പോയിക്കോളും. അതുപോലെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ വാട്സപ്പിൽ അയച്ചതിനു ശേഷം പ്രിവ്യൂ നോക്കുക. കമ്പ്യൂട്ടറിൽ അല്ല നിങ്ങൾക്ക് നോക്കാൻ പറ്റുക വെച്ചാൽ സംരംഭങ്ങളിൽ നിന്ന്, അതായത് CSC പോലുള്ള സംരംഭങ്ങളിൽ നിന്ന് എവിടുന്നാണ് നിങ്ങൾ ചെയ്യുന്നത് അവിടുന്ന് അതൊന്ന് PDF അയച്ചു തരാൻ പറഞ്ഞ PDF-ൽ പ്രിവ്യൂ ചെയ്തിട്ട് നമ്മൾ കൃത്യമായിട്ട് ഉറപ്പ് വരുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ആ തെറ്റിനെ നമ്മൾ പരിഹരിക്കാനുള്ള മാർഗങ്ങളിലൂടെ നോക്കി എഡിറ്റിംഗ് ടൈം വരെ കാത്തു നിൽക്കേണ്ട. ഫയൽ സബ്മിറ്റിന്റെ മുന്നേ ഈ കാര്യങ്ങൾ ചെയ്യും. ഈ വീഡിയോ വേണമെങ്കിൽ 1, 2, 3 പ്രാവശ്യം കാണാം, അതിനുശേഷം മാത്രം ചെയ്യാവുന്ന രീതിയിൽ തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും ലോഗിനിലേക്ക് വന്നു. നമ്മൾ അത് കംപ്ലീറ്റ് ആയ ഏരിയ ഒന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടൊന്ന് പ്രിവ്യൂ ചെയ്താണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സക്സസ് ആണ്. അതല്ലെങ്കിൽ എവിടെയോ ഒരു വ്യത്യാസം ഉണ്ട്. ഇതാണ് വ്യൂ പേയ്മെന്റ് ഡീറ്റെയിൽ, ഇതെല്ലാം ടിക്ക് ഓക്കെ ആണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ വെരിഫൈ മൊബൈൽ ആൻഡ് ഇമെയിൽ ID അതൊക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ കറക്റ്റ് ആണുള്ള ലോഗിൻ ചെയ്ത് ഉറപ്പ് വരുത്തുക മൈ ഡിയേഴ്സ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒരു പ്രിവ്യൂവിൽ സ്പീഡിൽ അടിച്ചു പോകുക. അത്രയും കാര്യങ്ങൾ അതിലേക്ക് ഉണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക. അതിന്റെ ഫില്ല് ചെയ്ത ഭാഗമൊന്നും നമ്മുടെ കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് ഒരിക്കലും ഇത് മറ്റുള്ള ആളുകൾ അതിനെ ദുരുപയോഗം ചെയ്യരുത്. അത് ദുരുപയോഗം ചെയ്യാതിരിക്കാനാണ് ഈ കാര്യങ്ങൾ ഈ ഒരു ഏരിയ ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് വിട്ടത് കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ അതിന്റെ അടുത്ത പ്രിവ്യൂവിന്റെ ഭാഗങ്ങളാണ്. ചെറിയ ചെറിയ രീതിയിലാണ് ഇവിടെ കാണുള്ളൂ. ഓക്കെ, എല്ലാവരും ഒന്ന് വായിച്ച് അല്ലെങ്കിൽ കണ്ട് ഉറപ്പ് വരുത്തുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ പറഞ്ഞ കാര്യം ഇതാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ കോഡ് 101 കാരണം വെച്ചാൽ നേരത്തെ സെലക്ട് ചെയ്തത് വേറെ ഒന്നാണ്, അപ്പിയറിംഗ് അല്ല. ഈ അപ്പിയറിംഗ് ആണെങ്കിൽ മാത്രമേ കോഡ് 1 വരുള്ളൂ. അല്ലെങ്കിൽ കോഡ് 2 ഏതാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ വരുന്നത്. വേണ്ട, ഈ ഒരു ഏരിയ 2026 അപ്പിയറിംഗ്. ഓക്കെ, അതുകൊണ്ടാണ് കോഡ് 1 വന്നത്. അല്ലെങ്കിൽ 02 അല്ലെങ്കിൽ 03 ഏതാണ് വേണ്ടവരും. ഓക്കെ, ഹയർ സെക്കൻഡറി സ്കൂൾ ഈ രീതിയിലാണ് പഠനം. അപ്പിയറിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിൻകോഡ് കാര്യങ്ങളൊക്കെ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. കാരണം വെച്ചാൽ സ്വന്തം പിൻകോഡ് അല്ല അടിക്കേണ്ടത്, ആധാറത്തെ പിൻകോഡ് അല്ല അടിക്കേണ്ടത്, സ്കൂൾ സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ SLC-ത്തെ പിൻകോഡാണ് നമ്മൾ അടിക്കേണ്ടത്. SLC +2 ആണ് കൊടുക്കുന്നത്, ആയിരിക്കും +2. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടെ ഉറപ്പുവരുത്താണ്. ഇതാ അടുത്ത അഡ്രസ് ലൈന്. ഓക്കെ, ഇതില് അഡ്രസ് ലൈനൊക്കെ ഹൈഡ് ചെയ്താണ് ദയവേത് അതിലുള്ള കുത്തിപ്പൊക്കിയത്തെ കാര്യങ്ങളൊന്നും ചോർത്താതിരിക്കുക. ഇതാണ് ഇതിലെ ഫോട്ടോ, അതിന്റെ ക്ലാരിറ്റി കണ്ടോ. നമ്മൾ ഇത്രയും പെർഫെക്റ്റ് ആണ് എന്നുള്ള ഉറപ്പ് വരുത്തുക. കാരണം വെച്ചാൽ എങ്ങനെയെങ്കിലും ഇതാക്കിയിട്ട് ആളുകൾ അവര് കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ ഇതില് തമ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ദയവായത് ദുരുപയോഗം ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ 4 വിരലുകളാണ് ഒന്നിച്ച് വെക്കുന്നു. ഈ ഒരു വിരല് സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുക, കാരണം തമ്പ് ആണത്. അടുത്തതിന്റെ തള്ളവിരല് ആണ് ഇത്, ലെഫ്റ്റ് ഫിംഗേഴ്സ്. ഓക്കെ, ലെഫ്റ്റ് ഫിംഗേഴ്സ്, ഇത് ലെഫ്റ്റ് തമ്പ്, ലെഫ്റ്റ് ഫിംഗേഴ്സിന്റെ ഏരിയ ആണിത്. അപ്പൊ ഇതിവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഇറ്റ്സ് ഓക്കെ, നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്നാലും ഈ രീതിയിൽ മാക്സിമം വെക്കുക, എന്നാൽ കൃത്യമായിട്ട് അപ്ലോഡ് ആവും. അതുകൊണ്ടാണ് പറഞ്ഞത് 2-3 പ്രാവശ്യം വീഡിയോ കാണാൻ. എവിടെ ഡൗട്ട് ഉള്ളത് അവിടെ പോസ് ചെയ്തിട്ട് അവിടെ അതിന് കൃത്യമായിട്ട് ഉള്ള രീതി സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് മാത്രം കൊടുക്കുക. ഇത് റൈറ്റ് തമ്പാണ്, ഇത് റൈറ്റ് ഫിംഗേഴ്സ് ആണ്. ഓക്കെ, കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. സിഗ്നേച്ചർ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. പ്രിവ്യൂവിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ. ഓക്കെ, അപ്പോ ഇതില് നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രിവ്യൂവിൽ കാണിക്കും. സർട്ടിഫിക്കറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകളൊക്കെ ആധാറും മറ്റു കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അതിന്റെ ചെറിയ പാർട്ടാ കാണിച്ചിട്ടുള്ളൂ, വലിയ പാർട്ട് പുറത്തുണ്ട്. സ്ക്രീൻഷോട്ട് അടിച്ചപ്പോൾ അങ്ങനെ ചെയ്ത്. അപ്പോൾ ഫോട്ടോ കാര്യങ്ങൾ എടുത്തത് കൃത്യമാണ് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ ഇതിന്റെ ഫൈനൽ പ്രിവ്യൂ പ്രിന്റ് ഔട്ട് ആണിത്. അത് ഞാൻ ജസ്റ്റ് 2 പേജിൽ 2-3-4 പേജിലുള്ളത് അതിനെ ഒരൊറ്റ പേജിലാക്കി കാണിച്ചതാണ്. ഇത്രയും കാര്യങ്ങൾ അതിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ട അതിന്റെ റിസീറ്റ് നമ്പർ, ഡേറ്റ്, മറ്റു എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ ആഫ്റ്റർ പേയ്മെന്റ് സബ്മിറ്റ് ഇമെയിൽ ID, OTP, ഡൗൺലോഡ്, പ്രിന്റ് ആൻഡ് സെൻഡ് ടു ഇമെയിൽ. അത് ഇത്രേ ഉള്ളൂ. പേയ്മെന്റ് സബ്മിറ്റ് ചെയ്ത് റെഡി ആണോ നോക്കുക, ഇമെയിൽ ID റെഡി ആണോ നോക്കുക. ഇമെയിൽ ID നേരത്തെ പറഞ്ഞ് രേഖപ്പെടുത്തിക്കുക. ഒരു ഫോണിൽ ചിലപ്പോൾ 3, 4, 5 മെയിൽ ID ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നമ്മളത് നോട്ട് ചെയ്ത് വെക്കുക.
ഓക്കെ, എന്തായാലും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ വളരെ താങ്ക്സ്. esan.com കൂടുതൽ വിവരങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, അല്ലാത്തതുകൊണ്ട് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ജോലിയായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അതിലുണ്ട്. അതിനെ പരമാവധി കമന്റ് ബോക്സിലൂടെ esan.com അറിയിക്കുക. അതേപോലെ തന്നെ കോളിന് പകരം വാട്സപ്പ് ഇട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് പറ്റുന്ന സമയത്തിനനുസരിച്ച് റിപ്ലൈ വരുന്നുണ്ടായിരിക്കും. ഓക്കെ, esan.com, പ്ലീസ് സബ്സ്ക്രൈബ് യൂട്യൂബ് @nada3. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അറിയിക്കുക. താങ്ക് യു.